മണിച്ചേട്ടന്റെ ബയോപിക് ചെയ്തായിരുന്നു ചാലക്കുടിക്കാരൻ. അപ്പൊ ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ഭയങ്കര ഒരിക്കൽ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഓട്ടോയ്ക്ക് കൈ കാണിച്ച് വണ്ടി ഓടിച്ച് എന്നെ ഫ്ലാറ്റിന്റെ താഴെ കൊണ്ടിറക്കി. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു എത്ര ചേട്ടാ? വേണ്ട വേണ്ട. അപ്പോൾ ശരി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി വണ്ടി സ്റ്റാർട്ടാക്കി. ഞാൻ തിരിഞ്ഞു നടന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വിഷു ഒരു സെക്കൻഡ് എന്താ ചേട്ടാ എന്ന് പറഞ്ഞാൽ പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചില്ല. ഞാൻ മറ്റേ 2-3 സെക്കൻഡ് ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ ഐസ്. നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. ഒരു സമയത്ത് എനിക്ക് യോബിന്റെ പുസ്തകം കണ്ടിട്ട് ഭയങ്കര വെറുപ്പായിരുന്നു എനിക്ക് നിങ്ങളോട്. വെറുപ്പെന്ന് പറഞ്ഞപ്പോ ഒരു അറപ്പില്ല, ഒരു ഭയങ്കര ആ റിയാക്ഷൻ ഉണ്ടല്ലോ എനിക്ക് നേരിട്ട് ഇപ്പോഴാണ് കാണിക്കാൻ പറ്റിയത്. പുറത്തിറങ്ങിയപ്പോ കിട്ടിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇത്രയും കിട്ടിയിട്ടില്ലല്ലേ? ഇത്രയും കിട്ടിയിട്ടില്ല. അറപ്പ് ഇതൊക്കെ കൃഷ്ണേട്ടന് ഫസ്റ്റ് കാണുന്നത് ഞങ്ങള് ഒരു സ്റ്റേഷന്റെ, അതായത് പോലീസ് ഓഫീസർ ആയിട്ടാണ്. സീരിയസ്ലി എന്തൊരു കലിപ്പായിരുന്നറിയോ. പ്രേമസൂത്രം കണ്ടിട്ടുണ്ടോ? ഈ ക്യൂട്ട്നെസ് ഓവർലോഡ് പരിപാടി ഒന്നും അവിടെ ഇല്ല. പണ്ട് മുതലേ സിനിമയിലുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വരുന്നു, പറയുന്നു, അഭിനയിക്കുന്നു, അങ്ങനെ ഒരു പരിപാടിയാണല്ലോ. വിനയൊക്കെ ശരിക്കും ശബ്ദമൊക്കെ ഉണ്ടാക്കിയിരുന്നു ആ സമയത്ത്. പറയും ആ സമയത്ത്. അല്ല സത്യം. അപ്പൊ ഞാൻ കേട്ട കഥയാ. ബ്രേക്ക് ആയപ്പോ ഒരു സീനിയർ ആക്ടർ അത് ആ ഗേറ്റ് അടച്ചിട്ട് എന്ന് കേട്ടാ ക്യാരക്ടർ ഇറങ്ങി പോകും. സാർ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കാറ് കറക്റ്റ് കൊണ്ടിട്ട് ഒരു സ്ഥലത്ത് നിർത്തണം. അപ്പോൾ ഇയാൾ സൈ കെട്ടിട്ട് ഒരു 7ാമത്തെ 8ാമത്തെ ടേക്കായപ്പോൾ ഇയാൾ ഡയറക്ടർ ഭയങ്കര ചീത്ത പറഞ്ഞു. അപ്പോൾ നസീർ സാർ ഒന്നും പറയില്ല. അപ്പോൾ ഓഡിയൻസ് ഫുൾ നസീർ സാറിൻ്റെ ഫാൻസ് ഒക്കെ അല്ലേ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നസീർ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വട്ടാണ് എന്നുള്ളൊരു ആക്ഷൻ കാണിച്ചു. നിങ്ങൾ റൂമിലേക്ക് ഒന്ന് വരണം ഷൂട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. ഡയറക്ടറെ കൊങ്ങൊക്കെ പിടിച്ചിട്ട് ചുമരിലേക്കാണ് കയറ്റി തന്നത്. എൻ്റെ മോനെ പ്രേം നസീർ ആരാന്ന് എനിക്കറിയില്ല, സിനിമയെ കാണുന്ന നസീറിനെ എനിക്കറിയുള്ളൂ. നീ ഇനി ചെന്നൈ കോടമ്പാക്കം ഏരിയയിൽ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നീ അവിടുന്ന് തിരിച്ചു പോരില്ല. നവംബർ 14 റിലീസ് ചെയ്യാനിരിക്കുന്ന നിധിയും ഭൂതം. ആ നിധി കാക്കുന്ന ഭൂതങ്ങളാണ് കൂടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഞാൻ ആലോചിക്കായിരുന്നു. പക്ഷെ അവരത് കളിയാക്കണ പോലെ ആവുമെന്നൊരു ഡൗട്ട് കൊണ്ട് പറയുന്നില്ല. എന്തായാലും ഗസ്റ്റുകൾ ഞാൻ വെൽക്കം ചെയ്യാണ്. ടീം നിധിയും ഭൂതവും, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. യെസ്, എന്തല്ല ഈ സാധനത്തിന്റെ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് ഇതൊരു ഹൊറർ സാധനമാണ്. എന്തോ പേടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ്. നിധി ഓർ ഭൂതം എന്താണുള്ളത്? ഇവിടെ ഉള്ളത് എന്നാണോ? ഇവിടെ ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. നിധി എന്നല്ലേ പറഞ്ഞ ആദ്യം? ഇല്ല, നിധിയും ഭൂതവും. നിധിയും ഭൂതവും അങ്ങനെ ആയിരിക്കും അല്ലേ? വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് തുടങ്ങട്ടെ. അല്ല, ഇത് നിധിയും ഭൂതവും ഈ പറയുന്ന നമ്മുടെ അമർചിത്ര കഥകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള നിധി കാക്കുന്ന ഭൂതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിനെ ഒരു റിയൽ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മിസ്റ്ററിയും ത്രില്ലർ എലമെന്റുകളും ഒക്കെ ഒഴുകി ചേർത്തിട്ടുള്ള അതാണ്. ഇത് നമുക്ക് എന്താണോ വേണ്ട അത് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് നമ്മൾ നിധിയും ഭൂതം എന്ന് പറഞ്ഞൊരു പേര് കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ടല്ലോ. ഹൊറർ ഉണ്ട്, ത്രില്ലിംഗ് ഉണ്ട്, മിസ്റ്ററി ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം കൂടെ ഇട്ടുള്ള ഒരു അതിനെ എന്നാൽ ഒരു പുതിയ ഫ്ലേവറിൽ പുതിയ ആൾക്കാരുടെ ഇടയിൽ കൊണ്ടുവച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ നവംബർ 14 തന്നെ റിലീസ് ചെയ്യുന്നത്. ചിൽഡ്രൻസ് ഡേ കുട്ടികൾക്ക് ഫാമിലിയോട് കറക്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ക്യാമറ അവിടെ ഇവിടെ ഇത് കട്ട് കുട്ടികളുടെ ദിവസം. അതുകൊണ്ടാണ് നവംബർ 14 റിലീസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അനീഷന്റെ ഇതിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? വിഷ്ണു പറഞ്ഞതിന്റെ കൂട്ടത്തില് വിഷ്ണു പറഞ്ഞതിനെ ഫുൾ അവൻ പറഞ്ഞതന്നെ കറക്റ്റ്. അതങ്ങനെ ഫുൾ പാക്ഡ് ആയിട്ട് വളരെ സ്പീഡുള്ളൊരു സിനിമയാണ്. വളരെ എൻജോയ് ചെയ്തിട്ട് കണ്ടു തീർക്കാൻ പറ്റുന്നൊരു പടം. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തം? ഇവരുടെ മൊത്തം നല്ല അടിപൊളി പരിപാടിയായിരുന്നു. മറ്റേ എല്ലാവരും ഭയങ്കര സിങ്കാണ്. ഞങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ തന്നെ എല്ലാവരും സെറ്റാണ്. അത് കാരണം ഞങ്ങൾ ഷൂട്ട് നടക്കുന്ന സമയത്തും ഭയങ്കര രസമായിട്ട് തന്നെ പരിപാടി പോയത്. ആ രസം തിയേറ്ററിൽ കിട്ടണം. ഇത് 2009 2010 അന്നോട്ട് കാണാൻ തുടങ്ങി. 2025 കഴിയാറായി, ഒരു മാറ്റം ഇല്ലല്ലോ. എന്ത് സംഭവിച്ചോണ്ടിരിക്കുന്നത്? അതെ, കരിയർ മാറ്റില്ല എന്നാണോ? അതല്ലേ എല്ലാ ഇന്റർവ്യൂലും മുതൽ നീ ഇതാണോ പറയുന്നത്? ലാലേട്ട സെറ്റ് ആയിരുന്നു എന്തോ അങ്ങനെ സംഭവിച്ചു പോകുന്നു. ലുക്കായി വരുന്നുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്.
അതാണ് കരിയർ ഒരു മാറ്റമില്ല. അല്ല കരിയറിനേക്കാളും ഉപരി ഇത് ഞാൻ വിചാരിച്ച എല്ലാ ഇന്റർവ്യൂവിലും ഇങ്ങനെയാ പറയുന്നത്. എങ്ങനെ എല്ലാ സിനിമയും സെറ്റാണ്, ഞങ്ങള് വന്നപ്പോ മോന് സിംഗാണ്. അയ്യോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലുക്ക് അല്ല അതും കറക്റ്റ് ആണ്. മീൻസ് അഭിനയിച്ച സിനിമകളിലൊക്കെ എല്ലാം സെറ്റ്. ദൃശ്യം പിന്നെ ചെയ്യുന്നു. ദൃശ്യം 3 ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മൂവി. അതിൽ ലാലേട്ടൻ സെറ്റാണ്. എല്ലാരും സിംഗാണ്. ഞാൻ 2 ദിവസത്തെ ഷൂട്ട് എന്റെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 10-ാം തീയതിക്ക് ശേഷമാണ് ബാക്കി ഡേറ്റ്സ് ഒക്കെ ഉള്ളത്. 10-12 ദിവസത്തെ ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് നല്ല ക്യാരക്ടർ ആവുമെന്ന് വിചാരിക്കുന്നു. ഒന്നും അറിയില്ല. ഈ ദൃശ്യം 1 ചെയ്യുന്ന സമയത്ത് ഇവന് അറിയില്ലായിരുന്നു അവനെ കുഴിച്ചിടുകയാണെന്നുണ്ടോ എന്നൊക്കെ. നമ്മളെ അല്ല അതില ക്ലൈമാക്സ് അറിയാവുന്ന വളരെ കുറച്ച് പേര്. നമ്മുടെ വരുണില്ലേ, വരുൺ ആക്ച്വലി കുഴിച്ചിടുമ്പോ ഒന്നും വരുണില്ലല്ലോ. വരുൺ ആ സീൻ കഴിഞ്ഞ് തലക്കടി ഇട്ടിട്ട് അവനറിയില്ലായിരുന്നു അവനെയാണ് കൊല്ലാൻ പോകുന്നതെന്നൊക്കെ. അപ്പൊ അതുപോലെ നീയും തയ്ച്ചു വെച്ചോ, ചിലപ്പോ നിന്നായിരിക്കും കൊല്ലുന്നേ. ദിവസമായതുകൊണ്ട് ഇത് എങ്ങനെ ഇവരിലൂടെ പിടിച്ചു. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ ലിസണറായി പോവാന്നുള്ളതാ. എന്നുവെച്ചാ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ത്രില്ലർ മിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ പറയുമ്പോൾ ഈ ഹൊറർ എന്നുള്ള സാധനം ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കണം അല്ലേ. സീരിയസ്ലി ആ ഹൊറർ എന്നുള്ള അത് ഓഡിയൻസ് എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനത്തിലേക്ക് ആ ഹൊറർ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടുകൊടുക്കണം ഓഡിയൻസ്. നിങ്ങൾക്കൊരു ഉറപ്പില്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, പക്ഷെ ഞങ്ങളത് റിവീൽ ചെയ്യില്ല. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ മനസ്സിലായില്ല ഞാൻ എങ്ങനെ പിടിച്ചേക്കുന്നവരുടെ കൂടെ. ഇപ്പൊ മനസ്സിലായി. ഇതാണ് ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ സെറ്റ്. ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോ കുട്ടിയാ ലെവലിലേക്ക് എത്തുന്നു. ഞങ്ങള് ഇയാളുടെ ലെവലിലേക്ക് എത്തിയിട്ടില്ല. മീൻസ് ദൈവമേ, ബുദ്ധിപരമായിട്ട് എത്തുന്നില്ല. അതെങ്ങനെ കാണിച്ചെന്നറിയോ? മനസ്സിലായില്ലേ? ഇങ്ങനെ പറ്റിപ്പോയതാന്ന് തോന്നുന്നു. അശ്വതേ ഇത്രയും പറഞ്ഞ കൂടുതൽ എനിക്ക് സിനിമയെ പറ്റി വേറെ ഇല്ല. ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് കൂടുതൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ നമുക്ക് 14-ാം തീയതി കാണണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്, ഇത്രയും സസ്പെൻസുകളുള്ളൊരു മൂവിയാണ്. അപ്പോൾ പോയി കണ്ടിട്ട് തീരുമാനിക്കുക. പിന്നെ ഇതിപ്പോ നിർത്തിയിട്ട് ഞാൻ എണീറ്റ് പോരേണ്ടി വരില്ലേ? എന്നാ ശരി സീൻ നമ്പർ 1 നമുക്ക് 1-ൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അല്ല ഇപ്പൊ ഇവര് പറഞ്ഞ സാധനം തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ടോട്ടലി ഗെറ്റ് ഇറ്റ്. കൂട്ടുകാരൻ നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കുന്നു. താങ്കൾ കണ്ടായിരുന്നോ സിനിമ? കണ്ടു, വിളിച്ചു, സംസാരിച്ചു. എന്ത് പറഞ്ഞു? എവിടെ ഉണ്ട് ഇപ്പോ? എവിടെയുണ്ട്? കൂട്ടുകാരൻ സിനിമ ഇറക്കി പോകുന്നു. സിനിമ ഇറങ്ങി 11 മണിയായപ്പോ ആള് ഫ്ലൈറ്റ് കയറിയുന്നു. ആളിവിടെ ഒന്നുമില്ല, നാട്ടുകാരെ ഓടി നടന്ന് പേടിക്കണുണ്ട്. എന്ത് പറഞ്ഞു? ചിരിച്ചു കുറച്ചേരം. ഇത് ആഹാടെ സെറ്റിൽ വെച്ച് വിനീതേട്ടൻ വിളിച്ച് അങ്ങനെയാണ് ഹൃദയത്തിലേക്ക് ചെന്നത് എന്ന് എനിക്കറിയാം. ആഹായിൽ ആ സമയത്ത് വിനീതേട്ടൻ വിളിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഞാനൊരു മറ്റേ പെർഫോമൻസ് വീഡിയോ അയച്ചു. ഓഡീഷൻ ത്രൂ ആണ്. ഓഡീഷൻ അയച്ചതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ചെന്നിട്ട് ഒരു ഓഡീഷൻ കൊടുത്തു. അത് കണ്ടിട്ടാണ് വിനീതേട്ടനൊന്ന് ഒരു പ്രാവശ്യം കൂടെ വേണം എന്ന് പറഞ്ഞ് വിനീതേട്ടൻ വിളിക്കുന്നത്. അപ്പോഴാണ് മറ്റേ പല്ലി വയ്ക്കാണ്ട് കുളിക്കാണ്ട് പോയി ഓഡീഷൻ. സമ്മതിക്കണം. അത് പോയത് അത് ഞാൻ വളരെ ഇങ്ങനെയൊക്കെ നിന്ന വിനീതേട്ടൻ പറഞ്ഞു. വിനീതേട്ട അവസാനം സെലക്ട് ആയെന്ന് പറഞ്ഞതിന് ശേഷം വിനീത ഇത്ര അടുത്ത് നിന്നിട്ടാണ് ഇഷ്ടത്തെ എന്ന് പറഞ്ഞ് എന്നോട് ഈ കാര്യം പറഞ്ഞു. വിനീതേട്ട സോറി, ഒരു കൈകാലത്ത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് വന്നത് എന്ന് പറഞ്ഞു. ഇതിപ്പോ ആ സീനൊക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ സെൽവയുടെ സീനൊക്കെ ചെയ്യുന്ന സമയത്ത് വിനീതേട്ടന് പ്രത്യേകിച്ച് കൊറിയോഗ്രാഫി ഒന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്ന എന്താണോ, നിങ്ങളുടെ മൈൻഡിൽ വരുന്ന എന്താണോ, സ്ക്രിപ്റ്റ് എന്താണെന്ന് അറിയാലോ, ചെയ്തോ എന്നല്ലേ പറഞ്ഞേ. ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞേ? വിനീതേട്ടൻ അങ്ങനെ കൂടുതൽ ഇത് ഭയങ്കരമായിരുന്നു അങ്ങനെയൊന്നുമില്ല. ഒരു എക്സ്പ്രഷനിലൊക്കെ അങ്ങ് തരും. പുള്ളി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയെന്ന് ഫേസിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യും. അല്ലാതെ വന്ന് മറ്റേ തോളിൽ തട്ടിയിടാ അത് ഭയങ്കരമായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. അല്ലാതെ പുള്ളി സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് പുള്ളി കട്ട് പറയുമ്പോൾ തന്നെ നമുക്കറിയാം. ഈ കട്ടിന്റെ ടോണിൽ അറിയാന്നാണോ? ടോണിൽ അറിയാൻ പറ്റും. വിനീതേട്ടൻ ഞാൻ ഇപ്പോഴും ചില സീൻസുകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഈ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ചില പെർഫോമൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ വിനീതേട്ടൻ ബാക്കിൽ നിന്ന് അങ്ങ് ആ സീനിന്റെ കൂടെ അങ്ങ് ഇൻവോൾവ് ആവും. നമ്മള് ബേസിലേട്ടന് ഞങ്ങൾ എല്ലാവരും കൂടെ ഓഡീഷൻ ചെയ്യുന്ന ഒരു സീനൊക്കെ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പെർഫോമൻസിൽ ക്യാമറ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി ഫുൾ ഞങ്ങൾ പെർഫോമൻസ് മാത്രമാണ് കുറെ നേരത്തേക്ക്. അപ്പൊ ഈ പെർഫോമൻസ് സമയത്തൊക്കെ വിനീതേട്ടന്റെ സീനുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന വിനീതേട്ടൻ ക്യാമറയ്ക്ക് പിറകിൽ നിന്ന് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കാണാം നമുക്ക്. അതിന്റെ ഉള്ളിലായിരിക്കും എന്നിട്ട് അത് കട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് പുള്ളി സാറ്റിസ്ഫൈഡ് ആണ് എന്ന് മനസ്സിലാകാം. അത് നമുക്ക് ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഈ മറ്റേ യൂണിറ്റിലെ ചേട്ടന്മാരില്ലേ, അവര് ഈ സ്റ്റാൻഡിന്റെ മുകളിൽ പിടിച്ചിട്ട് നിൽക്കുക. ആദ്യം ഇങ്ങനെ നിൽക്കും.
അപ്പോൾ നമുക്കറിയാം ഈ സീൻ വർക്കാണ് അല്ലെങ്കിൽ രസമുള്ള പരിപാടിയാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും. അത് ടേക്ക് പോയി അത് മോശമായിട്ടുള്ള സീനാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഇതിൽ പിടിക്കും, മൂന്നാമത് ഇതിന്റെ ഈ താഴത്ത് അവന്മാർ ഇരിക്കും. എന്ത് അത് ശരിക്കും കിട്ടും. അതെ, മറ്റേ ചതികാരൻ എന്തോല് ഇവൻ ശരിയാക്കുമെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ട് റോൾ ചെയ്തില്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. ഈ ഏടിയായിട്ട് നിൽക്കുമ്പോ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവോ? പിന്നെ നമ്മൾ അതിന്റെ അകത്ത് ഭയങ്കര ഇൻവോൾവ് ആയിട്ട് നിന്നിട്ട് അത് നിൽക്കാൻ സമയമില്ല. എനിക്കുണ്ടായിട്ടില്ല. ഞാൻ എഡി ആയിട്ടിരുന്ന സമയത്ത് വേറൊരു എഡി പുള്ളി ആദ്യമായിട്ടായിരുന്നു ക്ലാപ്പ് അസിസ്റ്റന്റ്. അപ്പോൾ ടേക്ക് കുറെ പോയി, പുള്ളിക്ക് ക്ലാപ്പ് അടിച്ച് പുള്ളി മടുത്ത്. അപ്പോൾ ഒരു 10 ടേക്കിന് മേളിൽ പോയി. അപ്പോൾ അത് പക്ഷെ കുറച്ച് ഇൻറ്റൻസ് ചെയ്ത് എന്തോ കരയുന്ന പരിപാടി ഇതൊക്കെയാണ്. അപ്പോൾ ഇയാൾ മറ്റേ ടേക്ക് 2 ഇതുകൊണ്ട് പുള്ളിക്ക് ആക്ഷൻ പറഞ്ഞു തീർക്കാനായിട്ട് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ ഇവിടെ ഡയറക്ടർ എന്റെ ആക്ഷൻ ശരിക്കലുണ്ടായത്. അങ്ങനെ ഈ ഫ്രസ്ട്രേഷൻ കൊണ്ടിട്ടേ ഇത് ചെയ്തിട്ട് പിന്നെ അത് മാത്രമല്ല പുള്ളിയും ചിലപ്പോൾ അഭിനയം ഒക്കെ ആയിട്ടായിരിക്കും മോഹമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അല്ല, ഇത് ഇതിന്റെ റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂവിലുള്ള ചേട്ടന്മാരുണ്ടല്ലോ, ഇപ്പൊ ഡയറക്ടർ ചിലപ്പോൾ പുതിയ ആളാവും, പ്രൊഡ്യൂസർ ആവും, ആക്ടേഴ്സ് ചിലപ്പോൾ 1-2 സിനിമകളോ അല്ലെങ്കിൽ പുതിയ. പക്ഷേ ഈ 10-30 വർഷമായിട്ട് ഇതിന്റെ ക്രൂവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്, അല്ലാതെ യൂണിറ്റിലെ ചേട്ടന്മാരുണ്ട്. ഇവർക്ക് കറക്റ്റ് അറിയാം. നമ്മളിപ്പോ പുതിയൊരു പടത്തിൽ ഇപ്പോൾ അടുത്ത ഷൂട്ട് ചെയ്യാൻ പോകുന്ന പടത്തിൽ പോകാൻ നേരത്ത് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്ന കാറിൽ ഇരിക്കുന്ന ചേട്ടനോട് ചേട്ടാ എങ്ങനെ പോകുന്ന ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് പറയും. ഇന്നലെ ഒരുത്തം വന്ന അവൻ കാരണം എന്താ അല്ല, ഇവര് ആ സീൻ മാത്രമല്ല പറയുന്നത്, ഇത് തിയേറ്റർ കഴിഞ്ഞ് എങ്ങനെ വരും എന്നൊരു ചിലർ പറയും. ഒരു 90% കറക്റ്റ് ആയിരിക്കും മക്കളെ. ഇത് നിനക്ക് പൈസ കിട്ടിയായിരുന്നാടാ, കിട്ടി, പിന്നെ നീ അത്രമാത്രം നോക്കിയാൽ മതി. അതവർ കറക്റ്റ് പറയും. അവർക്ക് ആ ഷൂട്ട് പോകുന്നതും ഷൂട്ട് ചെയ്യുന്നതും കാണുമ്പോൾ തന്നെ അവർക്കറിയാം. അത് ഫുൾ പ്രഡിക്റ്റബിൾ അല്ല എങ്കിൽ പോലും അവർക്ക് ആ കാൽക്കുലേഷൻ കറക്റ്റ് അറിയാം, അവർ പറയും. അങ്ങനെ കിട്ടിയിട്ടുള്ള എന്തെങ്കിലും റിവ്യൂസ് ഉണ്ടോ? അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ അടുത്തുനിന്ന് റിവ്യൂ കിട്ടുന്നത് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ? എനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിലെ ഏറ്റവും അതായിട്ടുള്ള കാര്യം അതാണ്. ഞാൻ മണിച്ചേട്ടന്റെ ബയോപിക് ചെയ്തായിരുന്നു, ചാലക്കുടിക്കാരൻ. അപ്പൊ അതിനിങ്ങനെ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ പല സ്ഥലം, കാരണം മണിച്ചേട്ടൻ എന്ന് പറയുന്ന എല്ലാവരുടെയും ഭയങ്കര. അപ്പൊ ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ഭയങ്കര ഒരിക്കൽ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് റാൻഡംലി ചാലക്കുടിക്കാരൻ കഴിഞ്ഞിട്ട് 1 കൊല്ലമായി. അപ്പം ഞാനിങ്ങനെ ഓട്ടോയ്ക്ക് കൈ കാണിച്ച്, അപ്പോൾ ഓട്ടോ നിർത്തി, ഞാൻ ഓട്ടോ കയറിയപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് എന്നിട്ട് പുള്ളി മറ്റേ നമ്മുടെ ഈ കൊച്ചി രാജാവിൻ്റെ അത് ദിലീപേട്ടൻ വണ്ടി ഓടിക്കുന്ന പോലെ ഓടി. അയ്യോ ഞാൻ അന്നുണ്ടല്ലോ, അപ്പം ഞാൻ ചേട്ടാ ഫ്രണ്ടിൽ വണ്ടി അതൊക്കെ പുള്ളി ഭയങ്കര. പുള്ളി എത്ര നാളായിട്ട് തിരുവനന്തപുരത്ത് വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഭയങ്കര അയ്യോ അത് നിങ്ങൾ അന്ന് അവിടെ. അപ്പോൾ പുള്ളി എന്തോ എന്നെ വളരെ മനുഷ്യൻ്റെ അടുത്ത കൂട്ടുകാരനായിട്ടാണ് കാണുന്നത്. പക്ഷെ ഏറ്റവും രസം ഞാൻ മനുഷ്യനെ കണ്ടിട്ടില്ല. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് മനുഷ്യൻ മരിച്ചുപോയി, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ സിനിമ ഈ ആൾക്കാരുടെ ഇടയിൽ അത്രത്തോളം. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളി, കാരണം പുള്ളി മണിച്ചേട്ടൻ മറ്റേ ഇത് മരിച്ച സമയത്ത് പുള്ളി കാണാൻ പോയ കഥ ആൾക്കാരുടെ ഇടയിൽ നിന്ന് പുള്ളി ഇങ്ങനെ ഇമോഷണലി പറഞ്ഞുകൊണ്ടിരിക്കുക. ഭയങ്കര ഫാനാണ് പുള്ളി. എന്നിട്ട് ഈ ഫ്ലഡിന്റെ സമയത്ത് ആ വീട്ടിൽ പോയി ക്ലീൻ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പം ഞാൻ ശരി കേട്ടോ. അപ്പോൾ പുള്ളിക്ക് എന്നെ ഭയങ്കര കാര്യം. അപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് എന്നെ ഫ്ലാറ്റിൻ്റെ താഴെ കൊണ്ടിറക്കി. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു എത്ര ചേട്ടാ, വേണ്ട. അപ്പൊ ഇത് നമുക്ക് ഉണ്ടായിട്ടുള്ളതാണ്. ഇതിന് മുമ്പ് ഭക്ഷണം കഴിക്കാനൊക്കെ പോകാൻ നേരത്തെ ഹോട്ടലിൽ നമ്മൾക്ക് ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഏട്ടാ കുഴപ്പമില്ല, വിഷ്ണു അങ്ങനെ പറയരുത്. അപ്പൊ എന്റെ പേരൊക്കെ അറിയാം പുള്ളിക്ക്, വിഷ്ണു പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അപ്പൊ ശരി ഏട്ടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി വണ്ടി സ്റ്റാർട്ടാക്കി. ഞാൻ തിരിഞ്ഞു നടന്നു. അപ്പൊ എൻ്റെ അടുത്ത് വിഷ്ണു ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കാനായിരിക്കും എന്ന് പറഞ്ഞു. എന്താ ഏട്ടാ എന്ന് പറഞ്ഞ് പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചില്. മനുഷ്യൻ ഞാനാണ് മറ്റേ ഫോട്ടോ എടുക്കാൻ വരികയായിരിക്കും, ചേട്ടാ എടുക്കാം എന്നുള്ളൊരു. പുള്ളി കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പുള്ളി ഒന്നും മിണ്ടിയില്ല. കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഇങ്ങ് വിട്ട് കണ്ണും നിറഞ്ഞു നേരെ വണ്ടി എടുത്തങ്ങ് പോയി. ഞാൻ മറ്റേ 2-3 സെക്കൻഡ് ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. അത് ഭയങ്കര 3-4 ഭാഷയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തും പുള്ളിയുടെ ഒരു വേറെ നമ്മളോട് അത് എനിക്ക് തോന്നുന്നു മനുഷ്യന് മാത്രമുള്ള അങ്ങനത്തെ ഒരു. ഞാനൊരു പടം ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ മോനായിട്ട്, ഒരു മൂവി ചെയ്തിട്ടുണ്ട്, മറ്റേ കാരണവർ എന്ന പടത്തിന്റെ പേര്. എന്ത് ഡീലിംഗ് ആണെന്ന് പറയുന്നത് നമ്മളോടൊക്കെ എല്ലാവരോടും. ഭയങ്കര രസമാണ്, കുറെ ഫണ്ണും ചിരിച്ചു ഒരുപാട് ചിരിക്കാണ്ടാവും. ഇപ്പൊ ഈ കെട്ടിപ്പിടുത്തം ഇത് സ്നേഹമാണല്ലോ. ഞാൻ ഒരു സമയത്ത് എനിക്ക് യോബിന്റെ പുസ്തകം കണ്ടിട്ട് ഭയങ്കര വെറുപ്പായിരുന്നു എനിക്ക് നിങ്ങളോട്. എനിക്ക് ആ ക്യാരക്ടറിനോടുള്ള ഒരു വെറുപ്പ് എന്ന് പറഞ്ഞ പോലെ ഒരു അറപ്പില്ല, ഒരു ഭയങ്കര സീരിയസ് ആയിട്ടും. അത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല, സീരിയസ് അത്രവല്ലാത്ത എക്സ്പ്രഷൻ, ഭയങ്കര അറപ്പായിരുന്നു. ആ റിയാക്ഷൻ ഉണ്ടല്ലോ എനിക്ക് നേരിട്ട് ഇപ്പോഴാണ് കാണിക്കാൻ പറ്റിയത്. പുറത്തിറങ്ങിയപ്പോ കിട്ടിയിട്ടുണ്ട് എപ്പോഴെങ്കിലും യോബിന്റെ പുസ്തകം കഴിഞ്ഞിട്ട്
ഇയോബിന്റെ ഇത്രയും കിട്ടിയിട്ടില്ലല്ലേ? ഇത്രയും കിട്ടിയിട്ടില്ല. ഇതൊരുമാതിരി അറപ്പതൊക്കെ. അതെ, സത്യം. അത് ബാക്കിയുള്ളവർക്ക് പറയാൻ അവസരം കിട്ടാത്തോണ്ട് അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ യോബിന്റെ പുസ്തകം കണ്ടതിന് ശേഷം ഇത്രയും അറപ്പും വെറുപ്പും ഒക്കെ തോന്നിയ ഒരു ക്യാരക്ടറിനെ നേരിട്ട് കണ്ടപ്പോ എന്തായിരുന്നു? നേരെ തിരിച്ചായിരുന്നു. ചോദിച്ചു നോക്ക്. ഇല്ല, ഫസ്റ്റ് ടൈം കാണുമ്പോ സംസാരിക്കുന്നതിന് മുൻപ് ഇല്ല, പക്ഷെ അത് കഴിഞ്ഞ് വേറെ സിനിമകൾ അല്ല, ഞങ്ങള് കാണുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു മെക്സിക്കൻ ഭാരതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ കാണുന്നത്. അപ്പൊ എനിക്ക് ആളെ നേരിട്ട് അറിയാം. ആ ക്യാരക്ടർ അപ്പത്തേക്ക് മാറി. അത് മാറി, അവസാനം മാറി. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ സിനിമകൾ കാണുമ്പോൾ നമുക്കറിയാലോ. പക്ഷെ ഇയോബിന്റെ പുസ്തകം കഴിഞ്ഞ് കുറച്ച് നാളുകളിലേക്ക് നമുക്ക് ഈ പുള്ളീനെ ആലോചിക്കുമ്പോണ്ടല്ലോ, അതായത് നമ്മൾ റാൻഡം റീലിലോ പോസ്റ്റിലോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോ ശരിക്കും ഉണ്ടായിരുന്നു. അത് ആ മുഖം, ആ ക്യാരക്ടർ ഉൾപ്പെടെ എന്റെ തലയിൽ ഭയങ്കര രജിസ്റ്റേർഡ് ആയിരുന്നു. ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോ വരെ ലിപ്പില്ലാട്ടോ. ഇപ്പൊ അല്ല, നേരിട്ട് അങ്ങനെ ഭാഗ്യത്തിനാരും എനിക്കൊന്ന് ഇതാരും അങ്ങനെ നേരിട്ട് വന്ന് പറയാറില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങള്. ഇങ്ങനെ ഈർഷ്യയുള്ളത് എനിക്ക് തോന്നുന്നു ആരുടെ ഇങ്ങനെ നേരിട്ട് ഒന്നും പറയാറില്ല. വലിയ ഭാഗ്യമാണ്. അതെ 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 സത്യം. അതാ അത് രജിസ്റ്റർ ആവുന്നുണ്ടാണല്ലോ. അതെ അതെ. ഒരിക്കൽ സുരാജേട്ടൻ ഇതുപോലെ സുരാജേട്ടൻ്റെ അടുത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു കപ്പിൾ വന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ വന്നിട്ട് ഭാര്യയും ഭർത്താവും മോനും ഉണ്ടായിരുന്നു. അപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ട് ഭാര്യയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അപ്പം ചേട്ടാ ഫോട്ടോ എടുക്കുക അങ്ങനെയാണ്. അപ്പം പക്ഷെ കൂടെയുള്ള ഭർത്താവ് ഭയങ്കര കലിപ്പാണ്. ഭർത്താവ് മറ്റേ പിന്നെ ആ ഇതിലാണ് നിൽക്കുന്നത്. സുരാജേട്ടൻ അത് ഭയങ്കര ഒഫൻഡായി. അപ്പം കാരണം എന്ന് പറഞ്ഞാൽ ഇയാള് ഇത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു പരിപാടി. അപ്പം മറ്റേ ചേച്ചി വിളിക്കുന്നുണ്ട്, ചേട്ടാ വാ പുള്ളി സുരാജേട്ടൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. അപ്പോൾ ചേച്ചി സെൽഫിയൊക്കെ എടുത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയപ്പോൾ സുരാജേട്ടൻ പുള്ളീനെ വിളിച്ചിട്ട് പറഞ്ഞ്, അതെ നമ്മൾ സിനിമ നമ്മുടെ കഞ്ഞിയാണ്, അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ നിങ്ങൾ എന്തിനും ഇത്ര പുച്ഛിക്കുന്ന ചേട്ടൻ ഒന്ന് മുഖത്തേക്ക് നോക്കുക. പുള്ളി മുഖത്ത് പോലും നോക്കില്ല, താഴെ നോക്കിക്കുക. ചേട്ടൻ ഒന്ന് മുഖത്തേക്ക് നോക്കുക. ഞാൻ മുഖത്ത് നോക്കില്ല, എനിക്ക് തൻ്റെ മുഖത്ത് നോക്കി ചിരി വരും. മുഖത്ത് നോക്കിയാൽ ചിരി വരും. പിന്നെ ചിരി നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മുഖത്ത് നോക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി ഇത് ചെയ്യാഞ്ഞത്. അത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ആ സാധനം മൂപ്പര് അറിയുപോലും. അപ്പൊ അങ്ങനെയൊക്കെ ആക്ടേഴ്സിന് അങ്ങനെയുള്ള പല പരിപാടികളും ഉണ്ടാവാറുണ്ട്. അനീഷേട്ടൻ അറിയാന്നറിയില്ല, അനീഷേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു സംവിധായകന്റെ അടുത്ത് പോയപ്പോ പുള്ളിയുടെ റിയാക്ഷൻ ഭയങ്കര സങ്കടമായി എന്ന് പറഞ്ഞു. ഇത് ഭയങ്കര വൈറലായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇത് വൈറലായപ്പോ ഇത് ഏതാ സംവിധായകൻ എന്നുള്ളായിരുന്നു ചർച്ച. അതായിരുന്നു ചർച്ച, ഫുള്ള് ചർച്ച കമന്റിലൊക്കെ ഇതാണ്, ഇത് ഏതാണ് സംവിധായകൻ. അങ്ങനെ പലർക്കും പല പല ലെവലിലേക്ക് പോയത്, അതായത് മരിച്ചുപോയ സംവിധായകന് വരെ അതിൽ ആ ലിസ്റ്റിൽ വന്നിട്ട്. അങ്ങനെ എന്റെ ഡൗട്ട് എന്തായിരുന്നെന്നറിയോ, ഇത് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോക്കാരനെ കണ്ടല്ലോ, അപ്പൊ ആ വിഷമം മുഴുവൻ പുള്ളി ഒരു സിഗരറ്റ് മേടിച്ചെന്ന് അത് വലിച്ചോണ്ടിരുന്നു. പുള്ളിയുടെ മോട്ടിവേഷൻ ടോക്കിൽ അത് മാറിയെന്നാ പറഞ്ഞത്. പുള്ളി എന്താ പറഞ്ഞത്? പുള്ളി ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുള്ളി ഒരു മാലാഖയാണ്. ഈ ചിറകൊക്കെ വെച്ച് വിഷ്ണു പറഞ്ഞ പോലെ കയ്യിലൊരു ചക്രം. വളരെ പോസിറ്റീവ്. നിങ്ങള് നാളെ അതാവും ഇതാവും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം എങ്ങനെയൊക്കെ എന്റെ ടെൻഷൻ മാറ്റാം. അത് കിടിലൻ അനുഭവമായിരുന്നു. സീരിയസ്ലി അത് ഭയങ്കര നമ്മൾക്ക് എൻ്റെ ഉള്ളിൽ എപ്പോഴും, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തെടുത്ത് നമുക്ക് ചില സമയത്ത് പറയാൻ പറ്റുന്നത്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളെ ഒരാൾ ഹഗ് ചെയ്യുക അല്ലെങ്കിൽ ഷെയ്ക്ക് തരിക, ആശ്വസിപ്പിക്കുക എന്ന് പറയുന്ന സമയം, അത് എനിക്കറിയില്ല എല്ലാവർക്കും ആ ഫീൽ കിട്ടും. ഞാൻ കുറച്ചും കൂടെ ഇമോഷണലി അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്കത് ഭയങ്കര അങ്ങനെ വല്ല മനുഷ്യന്മാരൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ പുള്ളി ഇങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് സിനിമ നിർത്തി ഓട്ടോ ഡ്രൈവർ ആയ ആളാന്ന് തോന്നുന്നു. അതായത് പുള്ളിക്ക് കറക്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. പുള്ളി സ്ഥിരമായിട്ട് ഓട്ടോ ആയിട്ട് ആ ഫ്ലാറ്റിന്റെ താഴെ ഇങ്ങനെ കറങ്ങും. ആരിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും അറിയാം. ഇതുപോലെ പുച്ഛിച്ച് വിടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇവരെ കൊണ്ടുപോയി മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ കട്ട് ചെയ്യുന്നത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിട്ട്. നമ്മളൊക്കെ സാധാരണക്കാരല്ല എന്തൊക്കെ പറഞ്ഞാലും. എനിക്ക് മറ്റേ മറൈൻ ഡ്രൈവിൽ പുള്ളിക്ക് ഇതുണ്ടാവും. ആൾക്കാരെ കൊണ്ടുവന്നതിന് ഒരു സിഗരറ്റിന് 10 രൂപ വെച്ച് പുള്ളിക്ക് ഇയാൾ തകർത്ത് വിടുമ്പോ ഇവിടെ കൊണ്ടുവന്നിട്ട് സിഗരറ്റ് മേടിച്ചു കൊടുക്കാം. ആക്ച്വലി പുള്ളിയുടെ കടയാണ് അത്. പുള്ളി പാർട്ട് ടൈം ആണ് ഓട്ടോ ഓടിക്കാൻ. ആളെ നിർത്തിയേക്കാണെന്നൊക്കെ അല്ലേ? കണ്ടോ, ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. നല്ലത് ചെയ്താലും ഇങ്ങനെ പറയുന്ന ആൾക്കാർ. ഇങ്ങനത്തെ ഭൂതങ്ങളും ഉണ്ട്. തിരിച്ചു വന്നു കേട്ടോ. 2 എണ്ണം കൊടുത്തതിന് പറഞ്ഞാൽ തിരിച്ചു വന്നു. സാധനം വീട്ടാനുള്ളതാണ് അല്ലേ? പക അത് വീട്ടാൻ. എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തി കുഞ്ഞ്? ദേഷ്യത്തിലൊക്കെ ചോദിക്കുന്ന അടിക്കാൻ ചോദിക്കുന്ന അതിന് വല്ലതും പറയാൻ പറ്റണ്ടേ? പറയട്ടെ. അല്ല, അത് അങ്ങനെയല്ല. അത് ഭയങ്കര എക്സ്പ്രഷൻ ചേഞ്ചോടുകൂടെ എല്ലാം ചിരിയും കാര്യങ്ങളൊക്കെ. പക അത് വീട്ടാനുള്ളതാ. എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തിയത്? ഇതില് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ചാക്കോ കാജുപറമ്പിൽ നേരത്തെ ഇതില് ചാക്കോ മാഷ് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വിളിക്കുക, അതുകൊണ്ട് ആ ഫ്ലോയിൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഫേസ് ഏതാ? അതല്ലേ വരിക? അത് എപ്പോഴും ചാക്കോമാഷ് എന്നാ പറയാ. എനിക്ക് നേരത്തെ അറിയുന്നതായിരുന്നു ചാക്കോ കാഞ്ഞിപ്പറമ്പിൽ എന്നാണ്. കാഞ്ഞിരപ്പറമ്പിലോ? കാഞ്ഞൂർപ്പറമ്പിൽ.
കാഞ്ഞൂപ്പറമ്പ്. അങ്ങനെയാണ് ഫുൾ നെയിം. പക്ഷെ ഞാൻ ചാക്കോമാഷ് എന്ന് വിളിക്കുന്നതുകൊണ്ട് ആ ഫ്ലോയിൽ അങ്ങനെ വരും. അപ്പോൾ ചാക്കോമാഷ് പറഞ്ഞിട്ടാണ് സാജൻ സാറിന്, ഡയറക്ടറിന് എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത്. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. സോ അങ്ങനെ എത്തിയപ്പോൾ ചാക്കോമാഷ് എന്ന് പറയുമ്പോൾ നേരത്തെ മുതലേ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കാം. മറ്റേ സ്ഫടികത്തില് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നായിക? അടിപൊളി. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഭയങ്കര സിങ്കായിരുന്നു, ഭയങ്കര സെറ്റായിരുന്നു. അതന്നെയല്ലേ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാറില്ല. ഞാൻ ഫസ്റ്റ് നായികയായിട്ടുള്ള ആദ്യത്തെ പടം അനീഷ പറഞ്ഞത് ആരും എന്ത് ചോദിച്ചാലും എല്ലാം അതിന് ഈ സ്ക്രിപ്റ്റ് റൈറ്റർ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സ്പീഡാ പുള്ളിയുടെ നരേഷൻ. ആ സ്പീഡ് സിനിമയ്ക്കും ഉണ്ട്. ആ സ്പീഡ് ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സെറ്റ് ചെയ്തു. അത് മാത്രമല്ല, നമ്മൾ ഈ 22 ഡേയ്സ് എന്ന് പറഞ്ഞൊരു ഫിക്സ്ഡ് ഡേറ്റ്സിൽ പ്ലാൻ ചെയ്ത് തുടങ്ങിയ ഒരു മൂവിയാണ്. കറക്റ്റ് ആ 22 ഡേയ്സിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ കറക്റ്റ് ചാർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാ ദിവസവും അതേപോലെ തന്നെ പോയി. അതേപോലെ തന്നെ കംപ്ലീറ്റ് ആ 22 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാനും പറ്റി. ക്രൂ മെമ്പേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട്. ഞാൻ ഫസ്റ്റ് ദിവസം ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു സെറ്റിൽ. ഒരു 3 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഇവരൊക്കെ വലിയ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ്. ഞാൻ കയറി ചെന്ന് എല്ലാവരോടും ഞാൻ ആദ്യം വണങ്ങി. ഞാനാണ് തമിഴിൽ എത്ര 2 മൂന്ന് മൂവി റിലീസായി. 4ാമത്തെ എന്നിട്ടാണ് മലയാളം. അതെ, വിനയം. അയ്യോ ഭഗവാനെ. അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ടു. പിന്നെ എല്ലാരും പറഞ്ഞ പോലെ സിങ്കായി സെറ്റായി. അല്ല, എല്ലാ സെറ്റിലും ആ സിങ്കും സെറ്റും വരാറില്ല. വിഷ്ണുവേട്ടന് ഫസ്റ്റ് കാണുന്നത് ഞങ്ങള് ഒരു സ്റ്റേഷന്റെ, അതായത് പോലീസ് ഓഫീസർ ആയിട്ടാണ്. സീരിയസ്ലി എന്തൊരു കലിപ്പായിരുന്നറിയോ. ആ ഒരു ടെറർ ലുക്കില് ഈ സാധനമായിരുന്നു ഇവരുടെ ഫുൾ എക്സ്പ്രഷൻ. പ്രേമസൂത്രം കണ്ടിട്ടുണ്ടോ? പ്രേമസൂത്രത്തിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വില്ലൻ പരിപാടി, ഈ ക്യൂട്ട്നെസ് ഓവർലോഡഡ് പരിപാടി ഒന്നും അവിടെ ഞാൻ പറയുന്നത് ക്യാമറയ്ക്ക് മുമ്പിലല്ല, പുറകില്. ഈ ചാക്കോമാഷ എന്നെ കൊണ്ടേ പരിചയപ്പെടുത്തി കൊടുക്കാണ്. അപ്പോ ഓക്കെ ക്യാരക്ടർ കുറച്ച് നേരത്തെയാണ് അത് റിവീൽ ആയത്. ഷോട്ട് വെക്കാത്ത ഷോട്ട് വെക്കണം. അതിനില്ല. ഓക്കെ നൈറ അല്ലേ? ഓക്കെ എവിടെ വീട്? വയനാട്. ചോദിച്ചു. പക്ഷെ ഫേസ് എക്സ്പ്രഷനിൽ ഒരു ചേഞ്ചും ഇല്ല. ആ യൂണിഫോമിൽ ആ ഒരു ഗത്തിൽ തന്നെ നിൽക്കുകയാണ്. അത് ആള് കഥാപാത്രത ആവാഹിച്ചിട്ട് നിക്കായിരുന്നു. അത് കുറച്ചു മുമ്പാണ് എനിക്ക് അറിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഈ ഭീകര രൂപയെ അങ്ങനെ തന്നെ മനസ്സിൽ കൊണ്ട് നടന്നേനെ. അതെ, ഇത് സ്ക്രീനിൽ നന്നായിട്ട് ചിരിച്ചിട്ടും ക്യാമറയ്ക്ക് പുറത്ത് ഭയങ്കര ഭീകര രൂപയാണെന്ന് വിചാരിച്ചേനെ ഞാൻ. അപ്പൊ അതല്ല എന്ന് കുറച്ചു നേരത്തെയാണ് എനിക്ക് മനസ്സിലായത്. അല്ല, ഇത് പറഞ്ഞപ്പോഴാണ് ഈ മറ്റേ ഒരിടയ്ക്ക് ഇങ്ങനെ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഭയങ്കര ചർച്ചാ വേർഡാണ് മറ്റേ ഈ മെത്തേഡ് ആക്ടിങ്. അതായത് ക്യാരക്ടർ പിടിച്ച അപ്പം അതൊക്കെ ക്യാരക്ടർ ആവാഹിച്ച് ഈ മെത്തേഡ് ആക്ടിങ്ങിന്റെ പരിപാടിയിലൊക്കെ വന്നിട്ട് നമ്മൾ പിന്നെ സെറ്റിലൊക്കെ മൊത്തത്തിൽ എങ്ങനെ ക്യാരക്ടർ പിടിച്ചിരിക്കും. അപ്പം അത് നമ്മുടെ ഈ പണ്ട് മുതലേ സിനിമയിലുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വരുന്നു, പറയുന്നു, അഭിനയിക്കുന്നു, അങ്ങനെ ഒരു പരിപാടി കാണില്ല. ഇംപ്രവൈസ്ഡ് ആക്ടിങ് ആണ് അവർ കുറച്ചുകൂടെ ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് പുതിയതായിട്ട് വന്ന ഈ ഫിലിം സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഈ പറയുന്ന പോലെ ഈ മെത്തേഡ് ആക്ടിങ് പരിപാടി, അപ്പം അവർ തമാശ പരിപാടി ഒന്നുമില്ല, ക്യാരക്ടർ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി. അവര് തമാശ ഒന്നും പറയല്ലേ പ്ലീസ്, ക്യാരക്ടർ ഇറങ്ങി തമാശ പറയല്ല, ക്യാരക്ടർ ഇറങ്ങി. വിനയൊക്കെ ശരിക്കും ശബ്ദമൊക്കെ ഉണ്ടാക്കിയിരുന്നു ആ സമയത്ത് എന്നൊക്കെ പറയും. ആ സമയത്ത് അല്ല സത്യം. അപ്പൊ ഞാൻ കേട്ട കഥയാ, വിനയ് ചേട്ടന്റെ കഥയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ. അപ്പൊ ഇങ്ങനെ ക്യാരക്ടർ ഇറങ്ങിപ്പോ നിങ്ങൾ ഒച്ച ഉണ്ടാക്കില്ല, ഭയങ്കര കലിപ്പ്, അങ്ങനത്തെ പരിപാടി. അപ്പോഴത്തേക്ക് ഭയങ്കര ഇതായി അങ്ങനെ. അപ്പം സെറ്റിൽ കാരണം ക്യാരക്ടർ പിടിച്ചല്ലേ നിൽക്കുന്നത്. അപ്പം അങ്ങനെ ആയപ്പോഴത്തേന് ബ്രേക്ക് ആയപ്പോഴത്തേന് ആരും ഇത് പറഞ്ഞതെന്ന് പറഞ്ഞില്ല. ബ്രേക്ക് ആയപ്പോൾ ഒരു സീനിയർ ആക്ടർ അത് ആ ഗേറ്റ് അടച്ചിട്ടേക്കും. എന്ന് ചേട്ടാ ക്യാരക്ടർ ഇറങ്ങി പോകും. ബ്രേക്ക് അല്ലേ, ചിലപ്പോൾ ക്യാരക്ടർ ഇറങ്ങിപ്പോ ഗേറ്റ് അടച്ചിട്ട് അതെ. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതെ, ഈ ശരിക്കും ഈ ഭയങ്കര ഒച്ചത്തിൽ ഈ പറഞ്ഞ മാതിരി വർത്താനം പറഞ്ഞ ചിരിച്ചു കളിച്ച് കിടക്കുന്ന ആള് ഈ പ്രേമസൂത്രത്തിലെ പോലത്തെ സാധനമൊക്കെ ചെയ്യുമ്പോ അങ്ങനെ വല്ലതും ചെയ്യോ? ഇല്ല, ഞാൻ ആക്ച്വലി ഇത് കുറച്ചുകൂടെ അഭ്യസിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ്. അതായത് മെത്തേഡ് ആക്ടിങ് അല്ല, ഇംപ്രവൈസ്ഡ് ആക്ടിങ്. അതായത് നമ്മുടെ അടുത്ത് പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അതിലേക്ക് മാറുക, അതിൽ പിടിക്കാന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ മെത്തേഡ് ആക്ടിങ് നമ്മൾ കുറച്ചുകൂടെ നമ്മളെ പുഷ് ചെയ്യേണ്ടി വരും.
കാരണം നമ്മൾ വെറുതെ ആ ക്യാരക്ടറിന്റെ ഇമോഷനൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ അല്ലേത്തന്റെ ജീവിതത്തിൽ തലയ്ക്ക് സൗകര്യമില്ലാതെ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ക്യാരക്ടറിന്റെ ഇമോഷനോട് എടുത്ത് വെച്ച് പണ്ടാണ് നമ്മളെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ മെത്തേഡ് ആക്ടിങ് ഒരിക്കലും മോശമായിട്ടുള്ള പരിപാടിയോ ഒന്നുമല്ല. അത് വേറൊരു ടെക്നിക്കാണ്, അത് ഭയങ്കര രസമുള്ള ടെക്നിക്കാണ്. പിന്നെ അപ്പം ഞാൻ അതുകൊണ്ട് പിന്നെ നമ്മൾ നാടകങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും ഈ ഒരു പരിപാടിയായിരുന്നു, മെത്തേഡ് ആക്ടിങ് പരിപാടിയിലൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതൽ ട്രെയിൻഡ് ആയത്. അപ്പം നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ എന്നാൽ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഇപ്പം എല്ലാവരും പറയുമല്ലോ, ജഗതി ചേട്ടൻ എൻ്റെ അടുത്തൊരു സീൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് ലെവലാണ് വേണ്ടത്, അതായത് കോമഡി ആണോ, ചളി വേണോ, ചച്ചടി വേണോ, അതോ അതിലും ഇത് വേണ്ടല്ല. അപ്പൊ അങ്ങനെ പരിപാടി. പിന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് പടം ചെയ്യുന്നു, എവിടെ പോകുന്നു, അവിടെ പല പല ക്യാരക്ടേഴ്സ്. ലാലേട്ടൻ പറയുന്ന മോനെ ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ ആ സാധനമൊക്കെ. അപ്പൊ ഇതെങ്ങനെയാണെന്നുള്ളൊരു. പിന്നെ ഈ ലെൻസ് ആക്ടിങ് ഭയങ്കര കംപ്ലീറ്റ്ലി വേറെ പരിപാടിയാണ്. ലെൻസിന് വേണ്ടി അഭിനയിക്കുന്നത്, അതായത് നമ്മൾ ഈ ലെൻസിന് വേണ്ടി അഭിനയിക്കാന്ന് പറയുന്ന വേറൊരു സ്കില്ലാണ്. നമ്മൾ ഈ ഫിലിം സ്കൂളിലും ഈ ആക്ടിങ് ട്രെയിനിങ്ങിനും ഒക്കെ ലെൻസിന് വേണ്ടി അഭിനയിക്കുന്നതിന്റെ വേറൊരു പരിപാടിയുണ്ട്. നമ്മളത് നാടകം ചെയ്യുന്ന പോലെ അല്ല സിനിമ. അത് ചില ക്യാമറാമാൻസ് നമ്മളുടെ പറയും, നമ്മൾ ചെന്ന് ഇത് ഷോട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ക്യാമറയും ഈ ക്യാമറയുടെ ലെൻസും വളരെ കൃത്യമായ ഒരു ആക്ടർ എന്നറിയാമെങ്കിൽ അയാൾക്ക് അവിടെ എന്ത് വേണോ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് മാത്രം ഇത് കാണുകയാണ്, എണീറ്റ് നടന്ന് നമ്മളോട് സംസാരിക്കുന്ന ഒരു ഒറ്റ സീനാണെങ്കിൽ ഇപ്പൊ ലാൽ സാറൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തൊക്കെ അതിനിടയിൽ പോയി എണീറ്റ് വന്ന് പോയാലും അവരെ ഒരു ശകലം പോലും ഔട്ട് ആവില്ല, കട്ടാവില്ല, ഔട്ട് ആവില്ല. ഇത് ഓപ്പോസിറ്റ് പറയാറുണ്ട്. നിങ്ങൾ അതിനെ കുറിച്ച് ഒന്നും കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് അവർ ചെയ്യുന്ന സമയത്ത് ഫിലിം ആയതുകൊണ്ട്, ഫിലിം റീലിന് വില കൂടുതലായതുകൊണ്ട് ആ സ്കില്ല് അവർക്കില്ലെങ്കിൽ ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് ആ ഡിസ്ക് എടുത്ത് മാറ്റി ഫോമാറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ ഡയറക്ടേഴ്സ് പറയാറുണ്ട്, നിങ്ങൾ അതിനെപ്പറ്റി നോക്കുകയും വേണ്ട, ഒന്നും ചെയ്യണം, നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ ക്യാപ്ചർ ചെയ്യാം. രാജീവ് അങ്ങനത്തെ ഡയറക്ടേഴ്സ് ആണ്, നമുക്ക് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്യും, അവിടെ നമ്മളെ പെർഫോമൻസ് അനുസരിച്ച് അവർ സെറ്റ് ചെയ്യും. അതെ അതെ. അപ്പൊ നമുക്ക് അങ്ങനെ സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മളെ നാച്ചുറൽ ആയിട്ട് ചെയ്യിക്കുന്ന പരിപാടി ഇപ്പൊ ഉണ്ട്. പക്ഷെ പണ്ട് അങ്ങനെയല്ല, പണ്ട് ഇതെല്ലാം വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളെക്കാളും നാച്ചുറലായിട്ട് ആക്ടേഴ്സ് പെർഫോം ചെയ്യുകയും ചെയ്യും. അതായിരുന്നു പണ്ടത്തെ ആൾക്കാരുടെ. ഇപ്പോൾ ലാലേൻ്റെ പഴയ പടങ്ങളിലുള്ള ഡയലോഗ്സുകളൊക്കെ നോക്കിയാൽ അറിയാം. അതായത് 5-6 ആക്ടേഴ്സ് ഉണ്ടായിരിക്കും, പുള്ളി അവിടുന്ന് ഡയലോഗ് പറഞ്ഞിങ്ങനെ നടന്ന്, അപ്പോൾ ഇവിടെ ഫോക്കസ് പോയി, ഫോക്കസ് തിരിഞ്ഞ് ലാലേട്ടൻ അവിടെ എത്തുമ്പോൾ ലാലേട്ടനിലേക്ക് ഫോക്കസ് പോകും. അപ്പോൾ ലാലേട്ടൻ നിർത്തിയെടുത്ത് ലാലേട്ടൻ കറക്റ്റ് ഫോക്കസ് വരുമ്പോൾ തുടങ്ങും. ഇതിലൊന്നും കമൻ്റ് ഒന്നും ഇല്ല. അതെല്ലാം പുള്ളിക്ക് ഇത് മറ്റേ അവതാറിൽ മറ്റേ വാല് ലോക്കി എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. രാവിലെ വന്നിട്ട് ക്യാമറ ആയിട്ട് ലാലേട്ടൻ്റെ ബ്രെയിൻ കണക്ട് ചെയ്യുന്നത്. അത് ലാലേട്ടൻ മാത്രമല്ല, എല്ലാം പഴയ ലെജൻഡറി ആക്ടേഴ്സ് എല്ലാവരും അങ്ങനെയാണ്. ഈ ക്യാമറയ്ക്ക് വേണ്ടി ലെൻസ് ഫോക്കസ് ഷിഫ്റ്റ് പരിപാടി, അവിടെ വന്ന് നടന്ന് ഇവിടെ വന്ന് പരിപാടി എല്ലാം ചെയ്ത്. അതെനിക്ക് തോന്നുന്നു ബോയിങ്ങിൻ്റെ അകത്തൊക്കെ ഇവരുടെ അത് മൂവ്മെന്റ് വിത്ത് മൂവ്മെന്റ്, ചാടുന്ന കറങ്ങി വരുന്നു, നിൽക്കുന്നു. കാരണം ഒറ്റ ഫോക്കസ് പോയി കഴിഞ്ഞാൽ തീർന്നു പരിപാടി. ലൈറ്റിന് വേണ്ടി ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അത് ഭയങ്കര രസമുള്ള പോയിന്റ് വെച്ചിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓടി വന്നിട്ട് ആ പോയിന്റിലായിരിക്കും മറ്റേ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. ഒരു സെക്കൻഡ് അങ്ങോട്ടും കാലല്ല, ഓടി വന്നാൽ തന്നെ പോയി. അപ്പൊ അത് ശരിക്കും നമ്മൾ പഠിക്കേണ്ട സ്കില്ലാണ് ലെൻസ് ആക്ടിങ്. നമ്മൾ ആ സ്കില്ല് നമ്മൾക്ക് അക്വയർ ചെയ്യുന്നതിനേക്കാളും ഇത് നമുക്ക് പഠിച്ച് തന്നെ ചെയ്യണത്. അപ്പോൾ അത് കുറച്ചുകൂടെ ചലഞ്ചിങ് രസമായിട്ടുള്ള ഒരു പരിപാടി. അത് പഠിക്കലും, അത് കൂടുതൽ സിനിമകൾ നമ്മൾ കാണണം, ഓരോ ആക്ടേഴ്സ് അതിനിടുന്ന ടെക്നിക്ക് എന്താണ്, പിന്നെ എഡിറ്റിൽ പോകുമ്പം ഇങ്ങനെ തിരിഞ്ഞു വരുന്നു പരിപാടി, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഇംപ്രവൈസ്ഡ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നോക്കിയിട്ട് ചിരിച്ചിട്ട് ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി. എൻ്റെ അടുത്ത് മറ്റേ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രണയം ചെയ്ത സതീഷ് കുറുപ്പാണ്. ഞാൻ ജിത്തു സാറിൻ്റെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, അത് മിസ്റ്റർ ആൻഡ് മിസ്റ്റർ അവിടെ നിന്ന് സതീഷ് ചേട്ടനാണ് അതിൻ്റെ ക്യാമറ ചെയ്ത്. സതീഷ് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, പ്രണയത്തിൽ ഇതുപോലെ ഒരു ട്രോൾ ഇങ്ങനെ ഡൗൺ ആയി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ നേരത്ത് ലാലേട്ടൻ്റെ ഫേസിൽ ഇങ്ങനെ പോകുന്നു, ഫോക്കസ് ആവുന്നു, ലാലേട്ടൻ ഡയലോഗ് പറയുന്നത്, അതാണ് ഷോട്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ കരഞ്ഞിട്ടാണ് ഡയലോഗ് പറയുന്നത്. അപ്പോൾ ഈ ട്രോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ, അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത്, അപ്പോൾ ഇവിടെയാണ് ഫോക്കസ്. അപ്പോൾ കറക്റ്റ് ട്രോളി ഡൗൺ ആയി ഇവിടെ വരാൻ നേരത്ത് പുള്ളിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും. എന്നിട്ട് പുള്ളി ഡയലോഗ് പറയും. അപ്പോൾ റീടേക്ക് പോകുമ്പോഴും വീണ്ടും മേളിൽ കയറ്റി വെച്ച് താഴേക്ക് വന്നിട്ട് പുള്ളി കറക്റ്റ് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാൻ നേരത്ത് കണ്ണിൽ നിന്ന് വെള്ളം വരും. ഒരു കണ്ണിൽ നിന്ന് വെള്ളം വരും, പുള്ളി ഡയലോഗ് പറയും. അപ്പോൾ പുള്ളി പറയുന്നത് ഇതെങ്ങനെ ഒരു കണ്ണിൽ നിന്ന് അത് ഇത് കറക്റ്റ് ഇറങ്ങിയപ്പോൾ കരഞ്ഞു എന്ന് പറയാൻ ആരുമില്ല. ട്രോളി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അത് മറ്റേ മഹാനടി എന്ന് പറയുന്ന സിനിമയിൽ അത് കാണിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു സാധനം കറക്റ്റ് ഒരു കണ്ണിൽ നിന്ന് വെള്ളം. അതൊക്കെ ഈ സ്കില്ലിൻ്റെ ഭാഗമാണ്. ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിൽ നിന്ന് തള്ളുന്ന പോലെയുള്ള തള്ളൽ അവരവിടെ നമ്മളല്ല നിങ്ങൾ ചോദിക്കല് മാത്രമേ ഉള്ളൂ. പോയിന്റിന്റെ കാര്യത്തിലേ അശോകേട്ടല്ലേ നമ്മുടെ ആക്ടർ, പഴയ അശോകേട്ടൻ. അശോകേട്ടൻ മറ്റേ ഒരു കലാഭവൻ ആർട്ടിസ്റ്റോട് പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞ ഒരു സാധനമാണ് ഈ നസീർ സാർ, പ്രേം നസീർ സാർ, ഡയറക്ടർ പേര് ഞാൻ പറയുന്നില്ല, നസീർ സാർ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കാറ് കറക്റ്റ് കൊണ്ടിട്ട് ഒരു സ്ഥലത്ത് നിർത്തണം. അങ്ങനെ എത്രയായിട്ടും കുറേ ടേക്ക്, ഒരു 10-12 ടേക്കൊക്കെ പോയി സാറിന് ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരും. അപ്പോൾ ഇയാൾ സൈ കെട്ടിട്ട് ഒരു 7-8 ടേക്കായപ്പോൾ ഇയാൾ
ഡയറക്ടർ നസീർ സാറിനെ ഭയങ്കരമായിട്ട് ലാസ്റ്റാണ് നസീർ സാറിൻ്റെ ഏകദേശം ലാസ്റ്റ് സമയത്ത് ഭയങ്കര ചീത്ത പറഞ്ഞു. അപ്പം നസീർ സാർ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഓഡിയൻസ് ഫുൾ നസീർ സാറിൻ്റെ ഫാൻസ് ഒക്കെയല്ലേ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നസീർ കാറിന് ഇറങ്ങിയിട്ട് വട്ടാണ് എന്നുള്ളൊരു ആക്ഷൻ കാണിച്ചു. എന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്ര മിസ്റ്റർ ആ ഡയറക്ടർ പേര് മിസ്റ്റർ അപ്പോൾ വെറുതെ വിഷ്ണു പറയാം, മിസ്റ്റർ വിഷ്ണു നിങ്ങൾ റൂമിലേക്ക് ഒന്ന് വരണം ഷൂട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. റൂമിലിരുന്ന് അശോകേട്ടൻ ഭയങ്കര ഫാനാണ് ഈ നസീർ സാറിൻ്റെ. പേഴ്സിൽ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നടക്കുന്ന സമയം അവന് മഹാറാണിയെ തോന്നുന്നു ഹോട്ടലിൽ. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ഡയറക്ടർ കയറി വന്നു. ഡയറക്ടർ കയറി വന്നപ്പോൾ അത്ര മിസ്റ്റർ വിഷ്ണു ഒരെണ്ണം കഴിച്ചുകൊണ്ടിരിക്കുക ഡ്രിങ്ക്സ്. അപ്പോൾ ഡയറക്ടർ വന്നില്ല സാർ ഞാൻ കഴിക്കുന്നില്ല. ചുമ്മാ കഴിക്കണം വിഷ്ണു അങ്ങനത്ര. അപ്പോൾ ഇല്ല സാർ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ പതുക്കെ ഇരുന്ന് ഷർട്ട് ഇതാക്കിയിട്ട് ഇങ്ങനെ നടന്ന് ഡയറക്ടറെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് ചുമരിലേക്കാണ് കയറ്റി തന്നത്. എൻ്റെ മോനെ പ്രേം നസീർ ആരാന്ന് എനിക്കറിയില്ല, സിനിമയെ കാണുന്ന നസീറിനെ എനിക്കറിയുള്ളൂ. നീ ഇനി ചെന്നൈ കോടമ്പാക്കം ഏരിയയിൽ നിൻ്റെ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നീ അവിടുന്ന് തിരിച്ചു പോരില്ല. അശോകേട്ട ഇങ്ങനെ ആകെ സ്റ്റണ്ടായിട്ട് നിൽക്കുക അത്രേ. ഇങ്ങനത്തെ ഒരു ഫേസ് നസീറിനുണ്ട്. അത് ഈ പോയിന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നതാ. ജസ്റ്റ് ഒന്നിട്ട് തെറ്റിയാൽ മതി, നമുക്കൊക്കെ പറ്റാറുണ്ട്. അത് ഓടി ഒന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ ബൈക്കിൽ കൊണ്ട് അത് മറ്റേ ഈ വണ്ടിയൊക്കെ നിർത്തുന്നത് ശ്രദ്ധിച്ചാൽ മതി, ഒരു ഇലയൊക്കെ അവിടെ കിടക്കുന്നതാണ്. ഒരു ഇലയൊക്കെ അപ്പൊ നമ്മളിത് അതെ ഫോക്കസ് വെച്ചേക്കുന്നതാണ്. ഇല ഒരു ഇഷ്ടിക കല്ലുകളൊക്കെ അവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന ഫോക്കസിന് വേണ്ടി വെച്ചേക്കുന്ന അവിടെ വേണം വന്ന് നിൽക്കാൻ. അപ്പൊ ഇനി ശ്രദ്ധിച്ചോളൂ, എല്ലാ മറ്റേ ഇത് ചെറിയ പേപ്പർ കഷ്ണങ്ങൾ ഒക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? കാരണം ഈ നമ്മൾ ഓരോ സിനിമയും കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പഠിക്കുമല്ലോ. ഇപ്പൊ ഇത്രയും സിനിമകൾ കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഒരു സാധനം ഇതുപോലെ ഈ അഭിനയത്തിന്റെ കാര്യത്തിൽ പഠിച്ചെടുത്ത അല്ലെങ്കിൽ മനസ്സിലാക്കിയ സാധനം ഇത് ഇങ്ങനെ ഇത് തന്നെ എല്ലാം ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ അല്ല. ഞാൻ കൂടുതലും ഡബിങ്ങില് ഞാൻ ഇങ്ങനെ മുമ്പ് ഡബൊന്നും ചെയ്തിട്ടില്ലാത്ത സമയത്ത് പലരും ഈ പല ആർട്ടിസ്റ്റുകളും ഡബ് ഈ പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ദിലീപേട്ടനോട് ഇപ്പൊ ബബ ചെയ്യുന്നുണ്ട്. അപ്പോ ചില സീനിലൊക്കെ ദിലീപേട്ടൻ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങളോട് ഒന്ന് പറയും, ഇവിടെ ഇതും കൂടെ നമുക്ക് പിന്നീട് ചേർക്കാവേ. പക്ഷേ അവിടെ എന്ത് ചേർക്കും എങ്ങനെ ചേർക്കും ഇതൊക്കെ അപ്പം പറയും, പിന്നീട് ഓർമ്മയുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. പിന്നെ ഈ ഡബ് സമയത്ത് നമ്മൾ നോക്കാൻ നേരത്ത് അന്ന് പറഞ്ഞ അതേ കാര്യം പുള്ളി കറക്റ്റ് അത് ഫേസ് ചെയ്യുമ്പോൾ ആ സീൻ ഭയങ്കര ഗംഭീരാവും. അപ്പൊ ഈ ദിലീപേട്ടൻ ഈ ഡബില് കാണിക്കുന്ന സാധനം ഭയങ്കര പുലിയാ. മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ മീനത്തിൽ തലയിടില്ല, പോട്ടെ ബ്രോക്കർ മാവാ, പോട്ടെ ബ്രോക്കറി. ആ ബ്രോക്കറി അവിടെ ഇല്ല, വായെന്ന് അനങ്ങുന്നില്ല. പക്ഷെ അതെന്ത് ഹിറ്റ് ഡയലോഗാ. ആ മീശ മാധവനിലെ 50 പൈസയുടെ കാര്യമില്ലേ, അത് എപ്പോഴും രഞ്ജൻ ബാബു സാർ പറയും. അതൊക്കെ അങ്ങനത്തെ കുറെ സാധനം മീശ മാധവനിൽ പുള്ളി കഴിഞ്ഞിട്ടാ. ആരും പറയട്ടെ 50 പൈസ എന്നറിയില്ല. അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് മെമ്മറിയിൽ ഇരിക്കും. ഇപ്പൊ ബബ കഴിഞ്ഞപ്പോ ഏകദേശം ഒരു 1 year ആയി ഷൂട്ട് കഴിഞ്ഞിട്ട്. ഇപ്പൊ ഡബിന്റെ സമയത്ത് വരുമ്പോ കറക്റ്റ് ആ സമയം ആ ഇത് അദ്ദേഹം പറയുകയും ചെയ്യും. അതൊക്കെ നമ്മള് കറക്റ്റ് ഡബിങ് നമ്മളെ എൻഹാൻസ് ചെയ്യുമല്ലോ നമ്മളെ ക്യാരക്ടറിനെയും. KPSC എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ പേരിന്റെ കൂടെ വളരെ പ്രൗഡ് ആയിട്ട് ചേർക്കുന്ന ഒരു സാധനമാണ്. എന്താ അത് ചേർക്കാത്ത പേരിന്റെ കൂടെ? സത്യം പറയാൻ ആദ്യം ആലോചിച്ചിരുന്നു. പിന്നെ അപ്പൊ എന്താ KPSC ലളിത ചേച്ചി ഉൾപ്പെടെ ഉമ്മർ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകൾ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ തിലകൻ സാർ എല്ലാവരും KPSC ഒരു റൗണ്ട് കളിച്ചിട്ടുള്ളതാ. അപ്പൊ എനിക്ക് അതിനുള്ളൊരു ധൈര്യം കിട്ടിയിട്ടില്ല. സീരിയസ്ലി അത് ചേർക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയിട്ടില്ല. നിങ്ങളൊരു കിഡിലൻ ആക്ടറാണ്. അല്ല ഇനിയും ചേർക്കാലോ അല്ലേ? ആഗ്രഹമുള്ളൊരു സാധനമാണ്. പക്ഷേ വിഷ്ണു ശശികുമാർ എന്നാക്കാതെ വിഷ്ണു ഗോവിന്ദൻ എന്നാക്കിയതിന്റെ കാരണം എന്താ? അതൊന്നുമില്ല. അത് അതിന്റെ ബേസിക് കാര്യം മുത്തശ്ശന്റെ പേരാണ്. മുത്തശ്ശൻ ഭയങ്കര സിനിമാ പ്രേമിയായിരുന്നു, അതുകൊണ്ടാണ് മുത്തശ്ശന്റെ പേരിട്ട്. പിന്നെ ഞാൻ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഒറ്റ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വിഷ്ണു ഗോവിന്ദൻ എന്നാക്കാം. അപ്പോൾ അതാകുമ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണനും വിഷ്ണു ഗോവിന്ദനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് ആ പേരിനൊരു ഐഡൻറ്റിറ്റി കിട്ടും, മുത്തശ്ശനുമായിട്ടുള്ളൊരു ഇതുകൊണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയിൽ എന്ത് കഷ്ടകാലത്തിന് ഞാൻ വന്നതുകൊണ്ടാണോ എന്നറിയില്ല, മലയാള സിനിമയിൽ ഇപ്പോൾ വിഷ്ണുവിനെ തട്ടിയിട്ട് നടക്കാൻ മേലാത്ത അവസ്ഥയായി. എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദാവീദ് എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഡയറക്ടർ ഒരു ഗോവിന്ദ് വിഷ്ണു എന്നാണ്, അവൻ്റെ പേരും വിഷ്ണു ഗോവിന്ദ് എന്നായിരുന്നു. എൻ്റെ പേരുകൊണ്ട് അത് തിരിച്ചിട്ട് ഗോവിന്ദ് വിഷ്ണു എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വിഷ്ണു ശശിശങ്കർ, വിഷ്ണു വിനയ് ഉണ്ട്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉണ്ട്, വിഷ്ണു ഗോവിന്ദ് എന്ന് പറഞ്ഞ സൗണ്ട് മിക്സിങ് ചെയ്യുന്ന ആളുണ്ട്. അങ്ങനെ ചറപറ വിഷ്ണു. പണ്ട് എനിക്കാണ് ഒരിക്കൽ വിഷ്ണുവിന്റെ കോള് മാറി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കോള് മാറി ഒരിക്കൽ വിഷ്ണു ഗോവിന്ദ് സൗണ്ട് മിക്സിങ്ങിന്റെ ആളുണ്ട്. അല്ലെ അങ്ങക്ക് ഗസ്റ്റ് ചോദിച്ചു, ഞാൻ പറഞ്ഞു വിഷ്ണു ഗോവിന്ദാണോ വിഷ്ണു ഗോവിന്ദനാണോ? അതെ 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 അതെ. അപ്പൊ എനിക്ക് മറ്റേ വിഷ്ണു ഗോവിന്ദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് എന്താ അതിന്റെ പേരെന്താ സൗണ്ട് മിക്സിങ് ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ ഒരിക്കൽ ഒരു പടത്തിൽ തന്നെ വിളിച്ചിട്ട് വിഷ്ണു എന്താണ് പരിപാടി,
അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അടുത്ത 2 മാസം ഫ്രീ ആണോ? അപ്പൊ ഞാൻ കീഴില. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ തുടങ്ങുന്നത്? അയ്യോ ഷൂട്ട് കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞ അത് നമ്മൾ ഷൂട്ടിന് മുമ്പ് അറിയിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പൊ വിളിച്ചത്, വേറെ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ? അപ്പൊ ഞാനാണെങ്കിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് വിഷ്ണുവിനെ മറ്റേ സൗണ്ട് മിക്സിംഗ് അല്ല, വിഷ്ണുവിനെ സൗണ്ട് മിക്സിംഗ് വിളിക്കുന്ന ഇവന് ഇവന്റെ കൂട്ടുകാരൻ അൻവറിന് പൈസ ഇട്ട് കൊടുത്ത അൻവർ റഷീദിനായി പോയി. 4,500 വിളിക്കുന്നത് മോശമല്ലേ? അപ്പൊ ഇട്ട് കൊടുത്തിട്ട് സോറി സാർ ഒരു പൈസ വന്നിട്ടുണ്ട്, പിന്നെ അടുത്ത പടത്തിലൊരു നല്ല വേഷം 4,500 രൂപയ്ക്കുള്ള ഒരു. അപ്പൊ അങ്ങനെയാണ് വിഷ്ണു എന്ന് പറഞ്ഞൊരു സാധനം. എന്ത് ചെയ്യും? അതെ, എന്റെ ക്ലാസ്സിൽ ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ വേറെ, ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നേരിട്ടിരുന്ന ക്രൈസിസ് ഇതാണ്. കാരണം എന്റെ ക്ലാസ്സിൽ ഒരു 3 വിഷ്ണുവിന് കാണും, അണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഓരോ പേരുകളൊക്കെ ആയിരുന്നു. അപ്പൊ ഉരല് ചെന്ന് മദ്ദളത്തിനോട് പറയുന്ന പോലെയാണ് ഈ മഞ്ജു എന്ന് പേരുള്ള പേരിന്റെ കാര്യം പറയുന്നത്. കേട്ടല്ലോ, ശവത്തി കുത്തരുത്. അപ്പൊ അത് സിനിമയിൽ വന്നപ്പോഴും കറക്റ്റ്. ഇതിൽ ഏറ്റവും രസം അറിയോ, അതിനു മുമ്പ് ഇപ്പൊ ഞാനും വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ ഞങ്ങൾ 2017 വിഷ്ണു ആ സമയത്ത് 16 വിഷ്ണു വരുന്നത്, ഞാൻ മെക്സിക്കൻ 17 ഞങ്ങൾ വരുന്നിടം വരെ മലയാള സിനിമയിൽ ഒരു വിഷ്ണു പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് പണ്ട് മലയാള സിനിമയില് ഷീലാമ്മയുടെ മോൻ ഒരു വിഷ്ണു ഉണ്ട്, 5 സ്റ്റാർ ഹോസ്പിറ്റൽ. അത് പുള്ളി എന്റെ 90s തുടക്കത്തിൽ പുള്ളി ഒറ്റ പടം ചെയ്തില്ല, പിന്നെ വിഷ്ണു ഇല്ല, പിന്നെ ചെയ്തിട്ടില്ല, പിന്നെ ഒരു വിഷ്ണു ഇല്ല. അപ്പൊ ഞങ്ങൾ മറ്റേ എന്റെ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, മെക്സിക്കനൊക്കെ ചെയ്യുന്ന സമയത്ത് എടാ വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. വിഷ്ണു എന്റെ അടുത്ത് പറയാനുണ്ട്, എടാ ഞാൻ വരുന്ന സമയത്ത് ഒറ്റ വിഷ്ണു ഇല്ല. ഓ എന്താ അല്ലേ ചിലർ വരുമ്പോൾ ചരിത്രം നമ്മള് മാറാണ്ട് അങ്ങ് പോവാ. അതേപോലെ നിധിയും ഭൂതവും വരുമ്പോഴും അതേപോലെ ഒരു ചരിത്രം. വണ്ടർഫുൾ കണക്ഷൻ അനീഷ് ചേട്ടാ. ഒരു ഔട്ട്രോ എന്ത് പറയുന്ന കഷ്ടപ്പെട്ടിരുന്ന എന്നെ നിങ്ങൾ സഹായിച്ചു. ഇതും വെക്കണേ, മറ്റേ ഈ സാധനം വെക്കണേ, തലയുടെ പുറകിൽ മറ്റേ വട്ടാണോ? അല്ലെന്ന്, മറ്റേ നമ്മുടെ ഈ ഇതിട്ടല്ലോ, മറ്റേ യൂട്യൂബ് വീഡിയോക്ക് തംബ്നെയിൽ ഇടുമല്ലോ. അപ്പൊ ഈ സാധനം എല്ലാം സെറ്റാണ്. നിധിയും ഭൂതം വരുമ്പോൾ എല്ലാം സെറ്റാണ്. അപ്പൊ ശരി ഗൈസ്, താങ്ക് യു സോ മച്ച്. ഈ ഫൺ ഒക്കെ ഓൺ സ്ക്രീൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.